Thank you so very much once again. കളിച്ചത് മതിയെന്നല്ലേ? അയ്യോ അങ്ങനെയല്ല. Thank you. സോജുടാ. ഡാൻസ് കളി. കഴിഞ്ഞ ഡാൻസ് കളിച്ചു. നിങ്ങൾ രണ്ടുപേരും Yes, come on. Stop. And കഴിഞ്ഞ വലിയ നമസ്കാരം. നിങ്ങൾ രണ്ടുപേരും നന്നായി ഡാൻസ് കളിച്ചിരുന്നു പറഞ്ഞേ. ഹൈയില് നമ്മൾ ഇനി ഇറങ്ങി വന്ന് സ്പെഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്യണം പ്ലീസ്. ഇപ്പോ ഡാൻസ് പാർട്ടി ശരിക്കും നമ്മളൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ് സ്റ്റേജില്. യെസ്, ഡാൻസേഴ്സ് ഇവിടെ ഉണ്ട് എന്നാണ്. യെസ്, കമാൺ. നിങ്ങളുടെ കൂടെ ഒരു സപ്പോർട്ട് നമുക്ക് സ്റ്റേജിൽ ആവശ്യമുണ്ട്. കമാൺ, join us on the stage please. ഗംഭീര കൊറിയോഗ്രാഫർ ആണ് ഇപ്പൊ കൂടെ ഉള്ളത്. സർ, വി റിക്വസ്റ്റ് യു ടു നോ സിമ്പിൾ സ്റ്റെപ്സ് കളിപ്പിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സോഹൻ സർ പുറകിലല്ല, ഫ്രണ്ടിൽ. Shenzhen is full on full power. Can we have the music please? Guys, thank you so much. And this is the official. ഏറ്റവും മികച്ച ഒരു ചിത്രമായി ഡാൻസ് പാർട്ടി മാറട്ടെ എന്ന ആശംസകളോടുകൂടി പ്രാർത്ഥനകളോടുകൂടി നമ്മൾ ഒഫീഷ്യൽ ഓഡിയോ ലോഞ്ചിലേക്ക് കടക്കുകയാണ്. അൺവെയിൽ ചെയ്യുന്നതിന് വേണ്ടി മമ്മൂട്ടിയെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയ്യടി കൊടുക്കാം എല്ലാവരും ചേർന്ന് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റിന് വേണ്ടി. ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ചിത്രമായി മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു ചിത്രമായി ഡാൻസ് പാർട്ടി മാറട്ടെ എന്ന് ഈ ഒരു നിമിഷത്തിൽ നമുക്ക് എല്ലാവർക്കും വിഷ് ചെയ്യാം. A thunder round of applause for this beautiful ceremony, ladies and gentlemen. മനോരമ മ്യൂസിക് ആണ് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ചെയ്തിട്ടുള്ളത്. ഏറ്റവും സ്നേഹപൂർവ്വം അവർക്കും ഒരു വലിയ താങ്ക് യു പറയുന്ന ഒപ്പം തന്നെ നമുക്ക് രണ്ട് വാക്ക് നമ്മളുടെ അടുത്ത് സംസാരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. നമസ്കാരം. സോഹൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് പ്രമുഖനായ ഒരു ഡാൻസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണെന്ന് തോന്നുന്നു ഈ പടത്തിൽ പറഞ്ഞു. സോഹൻ സിനിമയിലായിട്ട് അഭിനയിക്കുന്നവരാണെങ്കിൽ മനസ്സിലായില്ല. കാരണം അപ്പോഴേ ഞാനിവിടെ ഷൈന മാത്രമേ കണ്ടുള്ളൂ. കണ്ടുള്ളൂ. സാധാരണ അങ്ങനെയാണ് അല്ലേ? നമ്മളെപ്പോലെ ഒരു കാര്യമില്ലാത്ത ആൾക്കാരായിരിക്കും ഈ പൂജയ്ക്ക് മറ്റേ റിലീസിനൊക്കെ വരുന്നത്. അവരെ കൊണ്ടല്ലേ അങ്ങനെ ഒരുപാട് ആൾക്കാർ അഭിനയിക്കുന്നുണ്ട്. അവരാരും ഇന്നിവിടെ എത്തിയിട്ടില്ല. എന്നൊരു കാര്യമില്ലാത്ത ഞാനും ഉണ്ണികൃഷ്ണൻ മാത്രമുള്ളൂ. +2 ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ ഇരുത്തിപ്പറപ്പിക്കുന്നില്ല. ഇപ്പത്തിറങ്ങുമ്പോൾ ഞാൻ മുന്നേ ഓടി വന്നത്. സോഹൻലാൽ രാവിലെ മുതൽ നമ്മുടെ വീട്ടിലുണ്ട്. ഏതായാലും സോഹൻലാലിൻ്റെ ഈ സംരംഭം ഒരു വലിയ വിജയമാകട്ടെ. അദ്ദേഹത്തിൻ്റെ
ജീവിതത്തിൽ അദ്ദേഹം കടന്നു വന്ന ദാരുണമായ സങ്കട ജീവിതഗന്ധിയായ ഒരു സിനിമയാണ്. ആരായിരിക്കും സോഹൻ്റെ റോൾ അഭിനയിക്കുന്നത്? വീതിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങൾ പല നടന്മാർ അഭിനയിക്കുന്ന ഒരു പുതിയ മേക്കിംഗ് സ്റ്റൈലാണ് ഈ പടത്തിലുള്ളത്. തമാശാനായിട്ട് സിനിമ നന്നായിരിക്കും. ഡാൻസ് പാർട്ടി, ഷൈൻ ടോം ചാക്കോൻ്റെ ഡാൻസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? എൻ്റെ ഡാൻസ് ഒന്നറിയോ? ചുമ്മാ നിന്ന് ഡാൻസ് ചെയ്യും. വേണമെങ്കിൽ ഇപ്പോൾ ഡാൻസ് ചെയ്യും, വേണ്ട നമുക്ക് തുടങ്ങിയിട്ട് അവസാനം കളിപ്പിക്കാം. പിന്നെ ശ്രീനാഥ് ബാസിയാണുള്ളത്. ശ്രീനാഥ് ബാസി ഡാൻസർ ആയിരുന്നു, ഉണ്ണികൃഷ്ണൻ ഡാൻസറല്ലേ. പിന്നെ ആരായി ഇപ്പോഴത്തെ ഡാൻസർ അല്ലാത്തത്? മാഡം ഡാൻസാണോ? എല്ലാവരും ഡാൻസറല്ല. അപ്പം സിനിമയ്ക്ക് പറ്റിയ പേരും അതിന് പറ്റിയ കലാകാരന്മാരും ഒക്കെയാണ് സിനിമയിലുള്ളത്. എല്ലാവർക്കും ഭാവങ്ങൾ, എല്ലാവർക്കും ആശംസകൾ. സിനിമ വിജയമാകട്ടെ. നമ്മുടെ ഗുരു വരുന്നുണ്ട്, ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷാഫി, സംവിധായകൻ ഷാഫി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സ്വാഗതം ഷാഫിക്ക്. എല്ലാവർക്കും മംഗളം. ഇനി ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ നമുക്ക് ഇത് ഏൽപ്പിക്കാം. ശ്രീ ഉണ്ണികൃഷ്ണൻ. പക്ഷേ ഇത് നോക്ക്, പ്രിയാകമ്മ പറഞ്ഞതുപോലെ ചുവരുകൾക്കിടയിലുള്ള വളരെ ലിമിറ്റഡ് സ്പേസിൽ നിന്നുള്ള ഒരു മുറിവായിരുന്നു അല്ലേ? അല്ല, മതിലുകളൊന്നും ഇപ്പൊ ഇല്ല അവിടെ. ഡാൻസ് കഴിഞ്ഞതോടുകൂടി അത് പോയത്. അപ്പൊ ഈ ഡാൻസേഴ്സിന് വേണ്ടി, ഈ സൂപ്പർ ടാലന്റഡ് ആക്ടേഴ്സിന് വേണ്ടി once again a thunder round of applause, ladies and gentlemen. നല്ല കൈയ്യടി കൊടുത്തേ. സോഹനെ ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ പ്രേരിപ്പിച്ചതും ഇപ്പോൾ സ്ഥിരമായി ഡാൻസ് പാർട്ടികളിൽ അറ്റൻഡ് ചെയ്യുന്നതിന് കാരണക്കാരിയായ ഒരു കാനഡക്കാരി ഇവിടെ എത്തിയിട്ടുണ്ട്. സോഹന്റെ അതിന്റെ ഭാര്യ. യെസ്, ഒരുപാട് സ്നേഹത്തോടു കൂടി മാമിനെ നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് ഇൻവൈറ്റ് ചെയ്യാം. ഞങ്ങൾ ആക്ച്വലി സോഹൻസ്, ഹലോ എവിടെ? പ്രിയ പത്നി വന്നിട്ടുണ്ട്, ഒരു ഹായ് എങ്കിലും പറയും. റൈറ്റ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ രണ്ടുപേർക്കും നല്ല ഗംഭീരമായിട്ടുണ്ടായിരുന്നു പാട്ട്, നല്ല ഗംഭീരമായിട്ടുണ്ടായിരുന്നു ഡാൻസ്. ഇനിയും ഒരുപാട് നമ്മൾ നിങ്ങളുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ക്ലാസിക്കലാണ് ട്രൈ ചെയ്യാനുള്ളത് അല്ലേ? അപ്പോൾ അടുത്ത സിനിമകളിൽ അതുപോലെയുള്ള അടുത്ത സിനിമയ്ക്ക് വെയിറ്റ് ചെയ്യണ്ട. പാർട്ടിയിൽ തന്നെ ഒരു ഗംഭീര ഐറ്റം ഷൈനേട്ടന്റെ വക. ഐറ്റം സോങ് അല്ല, ആ ഐറ്റം സോങ് അല്ല, ക്ലാസിക്കൽ ഐറ്റം. വിഷ്ണു ഡാൻസ്. ഡാൻസ് പാർട്ടിയിൽ എല്ലാവരും ഡാൻസ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോ ഇത്ര ഗംഭീരമായിട്ടുള്ള വെറൈറ്റി ഡാൻസുകൾ ഉണ്ടാവുമെന്ന് സത്യമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ഇനി അടുത്ത സത്യമായിട്ടും ഷൈൻ ചെയ്യണം. അപ്പൊ അടുത്ത ആളുകളുടെ ഡാൻസ് കാണണ്ടേ നമുക്ക്? ബാസിയുടെ കാര്യം പിന്നെ പറഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹത്തെ ഇപ്പൊ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ നമ്മുടെ കൂടെ ആൾ എത്തിയിട്ടില്ല. പക്ഷെ അടുത്ത രണ്ടാളുകളെ നമ്മൾ സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട്. അവരുടെ ഡാൻസ് കാണാനായിട്ടുള്ള സമയമാണ്. ഒരുപാട് സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു the super talented dancers Vishnu Krishnan and Dr. Shraddha. Ladies and gentlemen, നല്ല കൈയ്യടി കൊടുത്തുകൊണ്ട് രണ്ടുപേരെയും നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. പിടിച്ചു, ഒരു കുഴപ്പമില്ല. രണ്ടുപേരുടെ അടുത്ത് ചോദിക്കട്ടെ. ഇപ്പൊ ഇവര് പറഞ്ഞതുപോലെ ഡാൻസ് ഒന്നും നമ്മൾ അധികം കഷ്ടപ്പെട്ട് കളിച്ചിട്ടില്ല എന്ന് തോന്നിയെന്ന് പറയാൻ നിൽക്കണ്ട. കാരണം ഇവരുടെ കള്ളം ഇപ്പൊ പൊളിഞ്ഞിട്ടുണ്ട്. അപ്പൊ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ് പാർട്ടി? നല്ല കഷ്ടപ്പെട്ട് തന്നെ കളിച്ചത്. ഇയാള് മറ്റേ ഡാൻസ് റിയാലിറ്റി ഷോയിൽ നിന്ന് വന്ന ആളാണ്. അതെ. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരി കുഴപ്പമില്ല, വലിയ കഷ്ടപ്പാടില്ല. ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടു. ചുമ്മാ പറയണ കട്ടപ്പനയിലെ എന്തൊരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. ഞാനൊക്കെ 5 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ വിഷ്ണു ഒരു ടേക്ക് തന്നെ വന്നിട്ട് ടേക്ക് റെഡി. ഇപ്പോഴും ഇതിലും അല്ല, അതിന് വ്യത്യാസമുണ്ട്. ദിനേശ് മാസ്റ്റർ വന്ന് കട്ടപ്പനയില് പുള്ളി ഒരു സ്റ്റെപ്പ് കാണിച്ചു തരും. ഞാൻ ചെയ്യുമ്പോഴത്തേക്കും പുള്ളി പറയും, എടാ ഇവന് ഇതാ വരുന്നത്, നിങ്ങളെല്ലാം ഇത് പഠിക്കുന്നു എന്ന് പറഞ്ഞില്ല. ഇതിൽ ശരി മാസ്റ്റർ ആയിരുന്നു. അതെ, വഴിക്ക് കളിക്കാതെ പരിപാടിയാണ്. എന്തായാലും ഡാൻസ് പാർട്ടിയിൽ മൊത്തത്തില് കളറായിട്ട്. അതെ, രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് മുന്നേ.
ഞങ്ങളുടെ ട്രൂപ്പിന്റെ മലയാളിയായിട്ട് ആണോ? മാസ്റ്റർ മാസ്റ്റർ വന്നിട്ടില്ല ഇന്ന്? ഇല്ല ഇല്ല ഇല്ല. ആണോ? എന്തായാലും സന്തോഷം. ഡാൻസ് പാർട്ടിയിൽ എല്ലാത്തരം ഡാൻസുകളും ഉണ്ട്. ഈ മറ്റേ ഇതിൽ തന്നെ കണ്ടില്ലേ, ഷൈൻ ചേട്ടൻ നിൽക്കണ കണ്ടില്ലേ? അതാണ് നേരത്തെ പറഞ്ഞത്. അപ്പൊ എന്തായാലും സന്തോഷം. താങ്ക് യു. And Dr. Shruta, hello. Yes, she's a doctor, professional doctor. നമസ്കാരം. ഡാൻസ് പാർട്ടി എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ് ഉണ്ണികൃഷ്ണൻ? ലൈക്ക് നമ്മുടെ വിഷ്ണു ചേട്ടൻ പറഞ്ഞു ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന്. കഷ്ടപ്പെടുത്തിയായിരുന്നോ? ആണോ? എല്ലാ പടത്തിലും ആണ് വൺ ടേക്കിൽ ഓക്കെയാണ്. ഞാൻ ഒരു ടേക്ക് പോലും എടുത്തിട്ടില്ല. അയ്യോ, ഷൈനായിട്ട് എനർജി ലെവൽ നോബഡി ക്യാൻ മാച്ച്. മാത്രമല്ല ഇത്രയൊക്കെ തമാശ പറയുന്നുണ്ടെങ്കിലും എനിക്ക് അഭിനയിക്കുന്ന സമയത്തൊക്കെ നല്ല അഡ്വൈസും ടിപ്സും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ ഒരു വ്യക്തിയോട് എനിക്ക് അകമഴിഞ്ഞ ബഹുമാനവും ഒക്കെ ഉണ്ട്. ഇനി എന്ത് വേണം അല്ലേ? ഇനി എന്ത് വേണം? വാട്ട് മോർ ടു ആസ്ക്? അപ്പം ഇവര് രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് അഭിനയിച്ച് ഒരുമിച്ച് ചേർന്ന് ഡാൻസ് പാട്ട് റെഡിയാണ്. കൂലും പായും എന്നുള്ള മനോഹരമായിട്ടുള്ള പാട്ടും ഇവരുടെ മനോഹരമായിട്ടുള്ള ഡാൻസും കാണാം. അപ്പൊ റെഡിയാണെങ്കിൽ നല്ലൊരു കൈയ്യടി തരാമോ എല്ലാവരും ചേർന്നിട്ട്? താങ്ക് യു സോ മച്ച്. താങ്ക് യു. പ്ലീസ് നിങ്ങൾക്ക് സീറ്റുകളിലേക്ക് ഇരിക്കാം. ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളോടാണ്. നമ്മൾ ഈ പാട്ടുകളൊന്നും തന്നെ പുറത്തു വിട്ടിട്ടില്ല. അതുകൊണ്ട് കൈൻഡ്ലി പ്ലീസ് ഷൂട്ട് ചെയ്താലും പുറത്ത് വിടാതിരിക്കാനായിട്ട് നിങ്ങളൊന്ന് കോർപ്പറേറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ക്യാൻ വി ഹാവ് ദ വീഡിയോ പ്ലീസ്? തീർച്ചയാണ് ഇന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ടുള്ളത് നിങ്ങളെ ഓരോരുത്തരും നമ്മുടെ ഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഓരോരുത്തരെയായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഓഡിയോ ലോഞ്ചിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ഒരു വലിയ നന്ദി നിങ്ങൾക്ക് വേണ്ടി ഒന്ന് അറിയിക്കുന്നു. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രസൻസ് ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു സായാഹ്നം ഇത്ര മനോഹരമാകുമായിരുന്നില്ല. ആദ്യം തന്നെ നമ്മുടെ അപ്പിത്താനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സിനിമ സംഭവിക്കുന്നത് ആദ്യം അദ്ദേഹത്തിൻ്റെ ഒരു ബ്രെയിൻ ചൈൽഡാണിത്. അദ്ദേഹം മനസ്സിൽ താലോലിച്ച ഒരു വലിയ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഏറ്റവും സ്നേഹ ബഹുമാനപൂർവ്വം ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, our dearest director, ladies and gentlemen, put your hands together to invite Sohan sir to the stage, please. രണ്ട് പാട്ട് കൂടി ഉണ്ട്. അതിൽ ഒരു പാട്ട് ടൈറ്റിൽ സോങ് ആണ്. അത് ഞങ്ങളൊരു മേക്കിംഗ് വീഡിയോ ആയിട്ട് കട്ട് ചെയ്തപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കാം. അപ്പം അത് പാടിയിരുന്നത് OP സുനിൽ എന്ന് പറയുന്നൊരു ആളാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ടീമിനെയും വേദിയിലേക്ക് വിളിക്കുന്നു. ഷിനിൽ ചിറ്റൂർ, ഒരു അജയ് വാസുദേവ്, ഒരു കോളിൻസ് എന്നൊരു അമ്മാര ഒരു ഈ പടം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ സിനിമയുടെ കഥ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. അയാൾ എൻ്റെ വൈഫാണ്. ഒരു ഈ പടത്തിന്റെ കഥ മാത്രമല്ലല്ലോ, വേറൊരാളുടെ വൈഫാകാൻ പോകുന്ന ഒരാളും കൂടി ഉണ്ട്. അദ്ദേഹത്തെ കൂടി വിളിക്കണം. ഒരുമിച്ച് വരാം പ്ലീസ്. അല്ല, അജയ് ഇതുവരെ കയറിയില്ല. അജയ് വന്നോളൂ. പരിക്കുട്ടി ഇതിനകത്തൊരു അനൗൺസ്മെന്റ് ശബ്ദം കൊണ്ട് മാത്രം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. പരിക്കുട്ടിയെ ക്ഷണിക്കുന്നു. ഞാനും അജയ് ഉള്ളപ്പോൾ ഷാഫി സാറും കൂടി വന്ന ഒരു നല്ല ഫോട്ടോ എടുക്കുകയാണ്. യെസ്, ഓഫ് കോഴ്സ്. ഷാഫി സാറിന്റെ അസോസിയേറ്റ് ആയിട്ട് എത്രയോ വർഷങ്ങൾ വർക്ക് ചെയ്ത ഒരാളാണ് സോഹൻ സർ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷത്തിന് സാക്ഷിയാകാനായിട്ട് അദ്ദേഹം കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ലൊരു കൈയടി കൊടുക്കാം. സോഹൻ സാറിന്റെ ഗുരുവാണ്. യെസ്. അപ്പോൾ ഈ ഗാനം പാടിയിരിക്കുന്ന ആൾക്ക് ഞാൻ മൈക്ക് കൈമാറുകയാണ്. എല്ലാവർക്കും നമസ്കാരം. സോഹന്റെ ഒരു പടം അവിടെ വന്നപ്പോൾ ആ ലൊക്കേഷൻ തന്നെ തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. കാരണം ആ പടത്തെ ഡാൻസ് പാർട്ടി എന്ന പടത്തിൽ വളരെയേറെ ഡാൻസും അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു കലയായിട്ടുള്ള കൈകൊട്ടിക്കളിയും അതിനകത്ത് ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷം തോന്നി. ഏതായാലും ഞങ്ങൾക്ക് ആ ലൊക്കേഷനും അതോടൊപ്പം തന്നെ കൈകൊട്ടിക്കളിയും പാട്ടും എല്ലാം
ഒരു മാസക്കാലം വളരെ ഉത്സവമായിരുന്നു വടതലയിൽ. ഈ വടതല എന്ന ലൊക്കേഷനിൽ ഈ പടം വളരെ സന്തോഷത്തോടെയും അവിടെ വടതല ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ പടത്തിന്റെ ഷൂട്ടിംഗ് അവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. ഏതായാലും വളരെ സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ള വേദിയിൽ ഞങ്ങളെ ഇവിടെ വിളിച്ച് ഞങ്ങളോട് രണ്ടു വാക്ക് പറയുവാനായിട്ട് അവസരം നൽകിയ ശ്രീ സോഹൻലാലിനും മറ്റു പ്രവർത്തകർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നല്ല അവസരം. ഞാൻ ഒരു പ്രാവശ്യം സംസാരിച്ചതാണ്. ഇനിയിപ്പോ സംസാരിക്കണമെങ്കിൽ സോഹനെ കുറിച്ച് എന്താ പറയേണ്ടി വരും? അത് പറയാൻ വേണ്ടിട്ടാണ്. സോഹൻ എൻ്റെ കൂടെ 10 വർഷത്തിന് മേലെ ഉണ്ടായിരുന്നല്ലേ. അജനായാലും കൂടുതലുണ്ടായിരുന്നു. അപ്പൊ സന്തോഷം. ചെറുപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളുകൾ നമ്മുടെ സഹോദര തുല്യരായിട്ടുള്ള ആളുകളാണ്. അവർ ഒരു ചിത്രം ചെയ്യുമ്പോഴും അത് വിജയിച്ച് കാണാനായിട്ട് അതിയായ ആഗ്രഹമുണ്ട്. ഈ ഡാൻസ് പാർട്ടി എന്ന് പറയുന്ന സിനിമ അതിഗംഭീര വിജയമാണ്. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മളുടെ 3 നായികമാരെയും കൂടി ഒന്നുകൂടി സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. ശ്രദ്ധ, പ്രീതി, പ്രേരണ മാട്ടി, ഭാഷണം ഷാജിയെ പോലുള്ള ചെറുകിട നടന്മാരും വരാം. വിഷ്ണു, ഫുക്രു. ഇനി ഈ സിനിമയുമായി ബന്ധപ്പെട്ട നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഒരു നല്ലൊരു മ്യൂസിക് ഡയറക്ടർ, ഡാൻസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും സ്റ്റേജിലേക്ക് വരാം. നല്ലൊരു ഗ്രൂപ്പ് ഫോട്ടോ ഈ ഒരു നല്ല നിമിഷത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി. വിവേകോട് അജയ് സാർ പ്രസംഗിച്ചിട്ടില്ല. മൈക്ക് ഒന്ന് അജയുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി. വടിക്കുട്ടി മമ്മൂട്ടിയുടെ അവിടെ സ്റ്റേജിൽ പോലും കയറിയില്ല. സ്റ്റേജിൽ കയറിയ മലയാള സിനിമയെ പറ്റി മൊത്തത്തിൽ 2 വാക്ക് സംസാരിക്കാൻ അജയ് വാസുദേവൻ സംസാരിക്കും. എന്തേലും 2 വാക്ക്. സനു എൻ്റെ കുറെ കാലത്തെ സുഹൃത്താണ്, ആക്ടറാണ് സനു. താങ്ക് യു ഫോർ കമ്മിങ് സനു. നമുക്ക് അജയ് സംസാരിക്കുന്നില്ല, ആ മേക്കിംഗ് വീഡിയോ കാണാം. താങ്ക് യു. അപ്പൊ എല്ലാവരും പടം ഇറങ്ങുമ്പോ കാണണം. ഇതിനിടയ്ക്ക് എല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ശരിയായിരിക്കട്ടെ, വലിയ വിജയമാകട്ടെ 2 സിനിമകൾ. അമലിന് ആശംസകൾ, നിർമ്മാതാക്കൾക്ക് ആശംസകൾ. പിന്നെ ദിലീപ് സ്ക്രിപ്റ്റ് റൈറ്റർ, അദ്ദേഹം ആദ്യം ചെയ്ത സിനിമയുടെ നിർമ്മാതാവ് കൂടിയാണ്. സ്വാതന്ത്ര്യം ദിലീപ് ആ സിനിമയാണ് ആദ്യമായിട്ട് ചെയ്തത്. ഈ സംരംഭം ഗംഭീരമാകട്ടെ. എന്തായാലും എല്ലാവരും ആശംസകളും. താങ്ക് യു സോ വെരി മച്ച് സർ. താങ്ക് യു. അടുത്തതായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ ഷൈൻ ടോം ചാക്കോ ആൻഡ് പ്രിയങ്ക മാർട്ടിൻ. Ladies and gentlemen, put your hands together to invite these super talented actors to the stage. നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് let's invite them to the stage. ഹലോ ഗൈസ്, സുഖമായിട്ടിരിക്കുന്നോ? അടിപൊളി. യെസ്. അപ്പം നമ്മൾ ഡാൻസ് പാർട്ടിയുടെ ഒരു പാർട്ടി മൂഡിലാണുള്ളത്. ഓഡിയോ ലോഞ്ചാണ്. കുറച്ചധികം നാളുകളായി ഷൂട്ടിങ്ങിൻ്റെയൊക്കെ പുറകിലായിരുന്നു. ഇപ്പൊ ഫൈനലി നമ്മൾ സിനിമയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം എന്താണ് തോന്നുന്നത് ഷൈൻ ചേട്ടൻ ഡാൻസ് പാർട്ടി മൂവിയെ കുറിച്ച് എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ ആസ്ഥാന ഡാൻസറായി നമ്മുടെ സോഹന് സ്ഥാനവും രാഹുലിന്റെ സമയമായിട്ടുണ്ട്. കാരണം എല്ലാ പാർട്ടികൾക്കും ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കൊച്ചിയിൽ നടക്കുന്ന. അല്ലേ സോഹനോടെ
കഴിഞ്ഞ വെള്ളിയാഴ്ച പാട്ടിക്ക് പോയില്ലേ? ഇല്ലേ? അതല്ലേ ഫ്ലൈ ഹൈല് കണ്ടവരുണ്ട്. ആരുടെ കൂടെ? അതാണ്, അതിനൊരു അന്തസ്സുണ്ട് അല്ലേ? പക്ഷെ സോഹന ഞാൻ കാണുന്ന സമയം മുതല് സോഹന അങ്ങനെ പാട്ടിക്കൊന്നും പോകാത്ത ഒരാളാണ്. പക്ഷെ സോഹന്റെ ഈ അടുത്ത കാലങ്ങളിൽ ഇറങ്ങിയ ചില ചിത്രങ്ങൾ, അതായത് സർക്കസ്, ഭാരത് സർക്കസ്, ഇതിനു മുന്നേ ഞാനുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരൻ ചോദിച്ചു, സർക്കസ് ഒന്നും ഇല്ലല്ലോ ഈ പടത്തിൽ നിന്ന്. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ഡാൻസ് പാർട്ടി എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഇതിലിപ്പോ ഡാൻസ് ഒന്നും ഇല്ലല്ലോ. അതിന് പകരമായി എല്ലാവരെ കൊണ്ടും സോഹന ഈ ചിത്രത്തിൽ ഡാൻസ് കളിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? സോ അതില് ലാസ്റ്റ് ഡാൻസ് കളിപ്പിച്ചത് ഞങ്ങൾ രണ്ടുപേരെയാണ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? ഓക്കെ ഓക്കെ, അങ്ങനെ എല്ലാവരും കളിപ്പിച്ച് ഡാൻസ് കളിച്ചപ്പോ കൊറേ ഇടി കിട്ടി എനിക്ക് ഈ സൈഡിൽ നിന്ന്. ഡാൻസ് സ്റ്റെപ്പായിരുന്നു അത് എന്നുള്ളത് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. അതിപ്പോ വെടി കാണുമല്ലോ, ഇടിയായിരുന്നു. അവിടുത്തെ ഒരു ഓളൊക്കെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പല മതിൽ, ഞങ്ങൾ 2 മതിലിന്റെ ഇടയ്ക്കായിട്ടാണ് ഒരു അതിനുശേഷം നടന്ന ഒരു ഇടിയാണ്, ഭയങ്കര ഇടി. അതിനിടയിൽ എനിക്ക് കണ്ണിന് ഇട്ടൊരു കുത്ത് കിട്ടി. ബാക്കി അപകടങ്ങൾ ഉണ്ടായോ? അപകടങ്ങൾ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ സ്വാഭാവികമാണല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? ആരായിരുന്നു കൊറിയോഗ്രാഫി ചെയ്തത്? ദമ എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ സോങ് മാസ്റ്ററിനെ വിളിച്ചു ചോദിച്ചു, പ്ലീസ് കൂടി ഒന്ന് സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യാം. ഇനി ചോദിക്കാനുള്ളത് ആളോടാണ്. എങ്ങനെയുണ്ടായിരുന്നു കുട്ടികൾ? അനുസരണയുള്ളവരായിരുന്നോ? ഒരു അടിപൊളി ഡാൻസേഴ്സ് അല്ലേ? രണ്ടുപേരെ നേരത്തെ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. നല്ല കോപ്പറേറ്റീവ് ആണ്, അടിപൊളി സ്റ്റെപ്സ് ആണ്. കാണാലോ. അതെ, ഇപ്പൊ ഇവര് 3 പേരും പറഞ്ഞതുപോലെ ഇനി ആ വീഡിയോ കണ്ടാലാണ് നമുക്ക് മനസ്സിലാവുക ഇവർ എത്ര ഗംഭീരമായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ നമ്മൾ ആ പാട്ടിടട്ടെ? ഇവരുടെ പെർമിഷനോട് കൂടി എന്നുള്ളത് ഡിസൈഡ് ചെയ്തൊരു മൊമെന്റ് എങ്ങനെയായിരുന്നു സർ? ഹലോ. സോഹൻ ചേട്ടൻ ചോൾമി ഇങ്ങനൊരു സാധനമാണ് വേണ്ടത്, ഒരു അടിച്ചുപൊളി സാധനമാണ് നമ്മുടെ. ആൻഡ് നമുക്ക് ജാസി ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളതൊരു പ്രത്യേക ഒരു സാധനമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരാളാണ് ജാസി ഗിഫ്റ്റ്. അപ്പോൾ ജാസി ചേട്ടനെ കൊണ്ട് പാടിപ്പിച്ചു, അത് തന്നെ ഒരു വലിയ ഒരു സംഭവമായിരുന്നു. ആൻഡ് നിങ്ങളിപ്പോൾ സോങ് കേട്ടല്ലോ, സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. സോങ് ഇറങ്ങുമ്പോൾ എല്ലാവരും റെസ്പോൺസ് എങ്ങനെ ഉണ്ടെന്ന് നമുക്കറിയാം. ഷൈൻ ചേട്ടാ ഫുൾ പവർ. മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞു. അപ്പോ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. രമ്യ അതിൽ ഫീമെയിൽ വോക്കൽസ് ചെയ്ത രമ്യയാണ്. സോ രമ്യ, വുഡ് യു ലൈക്ക് ടു സേ സംതിങ് പ്ലീസ്? ഇവരുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് റിലീസ് ആയില്ലേ? ദാറ്റ് വാസ് വെരി Thank you very much for promoting and supporting now also. So എനിക്ക് മലയാളം അത്ര അറിയില്ല, അപ്പം ഞാൻ പഠിക്കുന്നുണ്ട് ഇപ്പോൾ. വിത്രിക്ക് കറങ്ങി തിരികെ എല്ലാം പറഞ്ഞു. സോ ഐ ഡോണ്ട് ഹാവ് മച്ച് ടു സേ, ഓൾറെഡി ഹി ഹാസ് ടോൾഡ് മച്ച്. സോ ജാസി ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണമാണ്. അടിപൊളി ഇതായിരുന്നു. ഹി ഈസ് സച്ച് എ ഡൗൺ ടു എർത്ത് ടാലന്റഡ് പേഴ്സൺ ആൻഡ് ഇറ്റ് ജസ്റ്റ് ഫിനിഷ്ഡ് ഇൻ ലൈക്ക് an hour. ഇനി കുറച്ച് സമയം കിട്ടിയാൽ നൈസ് ആയിരുന്നു. വെരി ഗുഡ്. ഹി ഈസ് വെരി ടാലന്റഡ്. അവർക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ alright, it was an experience. Yeah, thank you for the opportunity to the producer Sohan Chetan. Ellarkum thank you very much. Thank you so very much to you guys for joining with us. Thank you so very much. A big thank you. Thank you so and much. you guys did a wonderful job. Thank you so much. Thank you so much. Thanks for inviting me. അടുത്തതായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഫുക്രു, പ്രീതി ആൻഡ് സജു നവോദയ. പ്ലീസ് 3 പേരും വേദിയിലേക്ക് ഒന്ന് കടന്നു വരാം. അടുത്ത ഡാൻസിനും പാട്ടിനുമുള്ള സമയമായിട്ടുണ്ട്. അതിനുവേണ്ടി വേദിയിലേക്ക് 3 പേരെയും സ്വാഗതം ചെയ്യുകയാണ്. ഹലോ, നമസ്കാരം. ഡാൻസ് പാർട്ടിയുടെ വിശേഷങ്ങളാണ്. ഓഡിയോ ലോഞ്ച് ഗംഭീരമായിട്ട് കഴിഞ്ഞു. 2 പാട്ടുകൾ കണ്ടു.
ഡാൻസേഴ്സിന്റെ പെർഫോമൻസ് നമ്മൾ കണ്ടു. അപ്പോൾ ഇതില് എവിടെയാണ് നിങ്ങളുടെ ഡാൻസ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. മെയിൻ ഡാൻസ് നമ്മുടെയാണ്. ആണല്ലേ? പിന്നെ അതൊന്നും ഇവരൊന്നും ഉൾപ്പെടുന്ന ആൾക്കാരല്ല. ഞങ്ങള് വേറെ കുറച്ച് ടീമായിട്ട് അതെ, ഞങ്ങൾ ഡാൻസാണ് എപ്പോഴും നമ്മളത് പ്രതീക്ഷിക്കണം. അത് കുറച്ചും കൂടി കലാമൂല്യമുള്ളതും അത് തന്നെ കുറച്ചുകൂടെ പണിയെടുക്കേണ്ടതുമായിട്ടുള്ള ഡാൻസ് ഞങ്ങൾ കളിച്ചിരുന്നു. പെട്ടെന്ന് എളുപ്പത്തിൽ സിമ്പിൾ സ്റ്റെപ്സ് അല്ല. അല്ലാതെ സോങ്ങ് തരില്ല. എനിക്ക് അങ്ങനെയുള്ള ഡാൻസ് സോങ്ങും തരില്ല. കാരണം ഞാൻ അമറക്ബറിൽ നാദർഷൊക്കെ എന്നോട് ചോദിച്ചു നീ ഡാൻസ് കളിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ഡാൻസ് മാസ്റ്റർ ആണെന്ന് പറഞ്ഞു. ഹൈദരാബാദിൽ ഷൂട്ടിന് കൊണ്ട് മാസ്റ്റർ ചോദിച്ച് ഷാജോൻ ചേട്ടൻ ഞാൻ പോവാം. ആ പുള്ളി ഷാജോൻ പഠിച്ചിട്ടില്ല, മറ്റത് മാസ്റ്റർ ആണെന്ന് പറഞ്ഞു. വിഷ്ണുവിനെ അറിയാം, വിഷ്ണു കൂടി എന്നെ കൊണ്ടുപോയത്. ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചപ്പോഴത്തേക്ക് മാസ്റ്റർ നാശിക്കെന്ന് നോക്കി, നാശിക്ക ശരിയായി കൊടുക്കുന്നു. രണ്ടാമത് സ്റ്റെപ്പ് വെച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പോയി മാസ്റ്റർ. ഇപ്പൊ പുള്ളി വേറെ അവിടെ ഡാൻസ് പഠിക്കുമ്പോൾ എന്റെ ശൈലിയായി പോയി പുള്ളിക്ക്. അപ്പൊ അങ്ങനത്തെ അവസ്ഥകളിൽ സോഹൻ അറിയുകൊണ്ട് തന്നെ ഡാൻസ് പഠിപ്പിക്കില്ല. ഇതിനകത്തൊക്കെ ചെയ്തിട്ടില്ല, ഡാൻസ് ചെയ്തിട്ടില്ല. ഇതിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് വേറെ തരം ഡാൻസാണ്. നമ്മൾ കണ്ടിട്ടുള്ളത് പോലെയല്ല, അല്ല വേറെ ലെവൽ വേറെ. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ ഡാൻസ് ആണോ ഇവർ രണ്ടുപേരും ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കാം. ഫുക്രു, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഡാൻസ് പാർട്ടിയിൽ എല്ലായിടത്തും നടന്ന് ഡാൻസ് കളിക്കുന്ന ഫുക്രു പറ, എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ് പാർട്ടിയിലെ എക്സ്പീരിയൻസ്? ആദ്യം പറയും, കേൾക്കട്ടെ. എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ കയറി എനിക്ക് ഇനിയിപ്പം അടുത്തൊരു പടത്തിൽ പോയി കഴിഞ്ഞാൽ ഒന്നും കൂടെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിയ ഒരു സിനിമയാണ് ഡാൻസ് പാർട്ടി. ഷൈൻ ചേട്ടന്റെ കൂടെ ഉണ്ടായിരുന്നോ? കോമ്പിനേഷൻ സീൻസ് ഉണ്ടോ മൂവിയിൽ? ഷൈൻ ചേട്ടന്റെ കൂടെ ഇല്ല. ഇല്ല. ഷൂട്ട് കഴിഞ്ഞിട്ടായിരുന്നു കോമ്പറ്റീഷൻ. പറയൂ പ്രീതി, എങ്ങനെയുണ്ടായിരുന്നു? ഷീസ് ലൈക്ക് എൻ്റെ അടുത്ത് എന്താ ചോദിക്കാത്തതെന്ന് ഇങ്ങനെ ഓർത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പറയൂ പ്രീതി, എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ് പാർട്ടി? നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഫുക്രു പറഞ്ഞ പോലെ ഷൈൻ ചേട്ടൻ, ശ്രീനാഥ് ചേട്ടൻ, വിഷ്ണു ചേട്ടൻ ഇവരൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ, സോ ചേട്ടൻ നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ചേട്ടൻ പിന്നെ നല്ലൊരു പാട്ട് ചെയ്യാൻ പറ്റി. ഡാൻസ് ചെയ്തു എന്നുള്ളതാണ്. ഡാൻസ് ആയിട്ടല്ല എങ്കിലും അതിനൊരു പാർട്ടായിട്ടുണ്ട്. അതിനകത്ത് ഒരു പാർട്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡാൻസ് പാർട്ടിയിൽ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാവരും ഡാൻസ് ആയിട്ടല്ലെങ്കിലും ചെറിയ മൂവ്മെന്റ്സ് എങ്കിലും വെച്ചിട്ടുള്ളവരായിരിക്കും അല്ലേ? അല്ലേ? അതാണ് ഡാൻസ് പാർട്ടി. ഏറ്റവും കൂടുതൽ ഡാൻസ് കളിച്ച സോഹനാണ്. മമ്മൂക്ക തുടക്കത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും ചീത്തിയെടുത്ത ചില ഏടുകളാണ് ഈ സിനിമ എന്ന് പറഞ്ഞതുപോലെ അതെ, മമ്മൂക്ക തെറ്റിപ്പോയതാ. കുറച്ച് ചീന്തി കളയാനുള്ളത്, എടുക്കാനില്ല. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. അപ്പൊ താങ്ക് യു സോ വെരി മച്ച് ഗൈസ്. ബിഗ് സ്ക്രീനിൽ നിങ്ങളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. Can we have the next song? ഇത് ഞാൻ നല്ലത് പറയാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. അല്ല, നല്ലതല്ലേ പറയാനുള്ളൂ. അല്ല, അങ്ങനെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ വെച്ചിട്ടാണല്ലോ നിങ്ങൾ ഈ പടം ചെയ്യണത്. കാരണം വിലക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ബാബി, വളരെയധികം ചീത്തപ്പേര് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ, അല്ലേ? അതായത് ഷൈൻ തന്നെയാണ് അതിന് നല്ലൊരു മറുപടി എനിക്ക് തന്നത്. അതായത് നമ്മളൊരു പൂച്ചക്കുട്ടിയെ വളർത്താൻ വാങ്ങിക്കുന്നു, ഒരു മുയലിനെ വീട്ടിൽ വളർത്താൻ വാങ്ങിക്കുന്നു, നമ്മളൊരു പുലിയെ വളർത്താൻ വാങ്ങിക്കുന്നു. ഇത് വാങ്ങിക്കുന്നവൻ അറിയണ്ടേ ഇതിന്റെയൊക്കെ ഓരോ സ്വഭാവം. പ്രാവിനെ വളർത്തുന്ന പോലെ പുലിനെ വളർത്തിയാൽ ശരിയാവൂ? ശരിയാവൂ. നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പ്രാവായതുകൊണ്ട് കാര്യമുണ്ടോ? എന്തായാലും തമാശ പറയുന്നതല്ല, വളരെ സിൻസിയറായിട്ട്, വളരെ ഹാർഡ് വർക്ക് ആയിട്ട് എല്ലാ രീതിയിലും എൻ്റെ കൂടെ ഇവര് സഹകരിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് പ്രൊഡ്യൂസറോട് ഞാൻ പറഞ്ഞ ദിവസത്തിന് മുൻപ് ഒരു ഷെഡ്യൂളിൽ തന്നെ ഈ സിനിമ പൂർത്തിയാക്കാൻ സാധിക്കും. അത് തന്നെയാണ് അതിൻ്റെ തെളിവ്. അപ്പോൾ 3 പേരും അവരെല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ്. ഇതിൽ അഭിനയിച്ച എല്ലാവരും തന്നെ പല രീതിയിൽ തിരക്കുള്ള ആൾക്കാരാണെങ്കിലും അവരുടെ പരിപൂർണമായ ഒരു എന്താ പറയുക ആത്മാർത്ഥമായിട്ടുള്ള ഒരു കഠിന പ്രയത്നം തന്നെ ഉണ്ടായിരുന്നു. അതിന് ഈ അവസരത്തിൽ ഷൈൻ ടോം ചാക്കോയോടും, ശ്രീനാഥ് ബാസിയോടും, വിഷ്ണു നിവിഷിനോടും, സാജോടും, നവോദയോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. 2 വാക്ക് സംസാരിക്കാൻ ഹൈദരാലി ക്ഷണിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും സുഹൃത്താണ് ഹൈദരിക. ഹൈദരിക ഇല്ലാതെ ഒന്നും കംപ്ലീറ്റ് ആകത്തില്ല.
നമസ്കാരം. നിങ്ങൾ രണ്ടുപേരും നന്നായി ഡാൻസ് കളിച്ചിരുന്നു പറഞ്ഞേ. ഹൈയില് നമ്മൾ ഇനി ഇറങ്ങി വന്ന് സ്പെഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്യണം പ്ലീസ്. ഇപ്പോ ഡാൻസ് പാർട്ടി ശരിക്കും നമ്മളൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ് സ്റ്റേജില്. യെസ്, ആൻഡ് ഡാൻസേഴ്സ് ഇവിടെ ഉണ്ട് എന്നാണ്. യെസ്, കമാൺ, നിങ്ങളുടെ കൂടെ ഒരു സപ്പോർട്ട് നമുക്ക് സ്റ്റേജിൽ ആവശ്യമുണ്ട്. കമാൺ, join us on the stage please. ഗംഭീര കൊറിയോഗ്രാഫർ ആണ് ഇപ്പൊ കൂടെ ഉള്ളത്. സർ, വി റിക്വസ്റ്റ് യു ടു നോ സിമ്പിൾ സ്റ്റെപ്സ് കളിപ്പിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സോഹൻ സർ പുറകിലല്ല, ഫ്രണ്ടിൽ. Shenzhen is full on full power.